എൻ്റെ വേളാങ്കണ്ണി മാതാവാണ്, കൊരട്ടി മുത്തിയാണ് സത്യം. ഞാൻ റേച്ചലിനെ വിളിച്ചിട്ടില്ല. പിന്നെ പാലും ജ്യൂസും ഞാൻ വാഷ് ബേസിൽ ഒഴിച്ചു കളഞ്ഞു എന്ന് മമ്മി എങ്ങനെ അറിഞ്ഞു? അത് മമ്മി ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. സത്യമായതുകൊണ്ട് മോൾ അതിലിങ്ങ് കൊത്തി. അല്ലാതെ കണ്ട് മോളെപ്പറ്റി വല്ല കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കുവോ? മോൾ എത്ര നേരം ഇങ്ങനെ നോക്കിയാലും ആൻറ്റിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. കണ്ടോ? അയ്യോ, അതൊന്നും എടുക്കണ്ട മോളെ. ചത്തുപോയ എൻ്റെ മാത്തച്ഛനാണ് സത്യം ഞാൻ പറയണത്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല, മീൻ കഴുകി വെച്ചിരിക്കുക. അടുക്കളയിൽ ഒരു പിടി പണിയുണ്ട് മോളെ. ആന്റി, വേളാങ്കണ്ണി മാതാവിനോട് കറക്റ്റിമുത്തിയോടൊക്കെ സോറി പറ. റേച്ചലിനെ ഞാൻ വിളിച്ചതല്ല മോളെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. മോള് പാല് കുടിച്ചോ ചോദിച്ചോ? ഇല്ല, വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു. ജ്യൂസിനെ പറ്റി ചോദിച്ചില്ല, എന്നിട്ടും പറഞ്ഞു ഞാനത് കളഞ്ഞു എന്ന്. എൻ്റെ അടുത്ത് മനസ്സറിയുന്ന യന്ത്രം ഉണ്ടെന്ന് ആന്റി മറന്നുപോയോ? ഈ കഴുകി വെച്ചിരിക്കുക. ചെല്ല്. അതെന്ത് സൂത്രമാ? ഇതേ കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള സൂത്ര. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. ചുമ്മാ അല്ല, ആകാശിനുള്ളിൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അതിപ്പോ ഞാൻ പുറത്തെടുക്കട്ടെ? എൻ്റെ ഉള്ളിൽ കള്ളത്തിനും ഇല്ലല്ലോ അല്ലേ? ഇതെങ്ങനെയാ ഹാർട്ട് ബീറ്റ്സിൽ വേരിയേഷൻ ഉണ്ടാവും? അതൊന്നും പറഞ്ഞില്ല. വാ നോക്കട്ടെ. അല്ല വേണ്ട, നാട്ടുകാരെ ഈ തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ ഇത് വെച്ച് നോക്കി കൃത്യമായിട്ട് അറിയാം. എത്ര പേര് തല്ലിന്നും എത്ര തല്ല് കിട്ടിന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞു തരട്ടെ. ഓ, അപ്പോഴേക്കും ന്യൂസ് ഇവിടെ കിട്ടിയല്ലേ? സത്യം പറ, അടി നല്ലോണം കിട്ടിയോ? ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കായിരുന്നല്ലോ ഓട്ടത്തിനും ലോങ് ജമ്പിനൊക്കെ ഫസ്റ്റ്. പുളു പഠിക്കാൻ എടുക്കുന്ന ശ്രുതി ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. ആണോ? നിങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആണോ? ഓ, സ്കൂളിൽ പോക്ക് നിർത്തിയ പിന്നെ എനിക്കിവിടെ ആകെയുള്ള കൂട്ടാൻ ശ്രുതി ചേച്ചി. പക്ഷെ എപ്പോഴും കിട്ടില്ല, ചേച്ചി ബിസിയല്ലേ. വല്ലപ്പോഴും വരും, ഞാൻ വിളിച്ചാൽ മാത്രം. അവരുടെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ ഞാൻ എന്നാ അറിയുന്നത്. പാവം, പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നല്ല വിഷമമുണ്ട്. ശ്രുതി ചേച്ചിക്ക് അച്ഛനില്ല എന്നുള്ള സങ്കടം ഉണ്ടായിട്ടും എൻ്റെ പപ്പ എവിടെയാണെന്നും കൂടി അറിയാത്ത സങ്കടം എനിക്ക്. പപ്പ വളരെ സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ മമ്മി സ്റ്റബേണാ. വീട്ടിലും പ്രിൻസിപ്പൽ. വരച്ച വരയുന്ന ആരെയും മാറാൻ സമ്മതിക്കില്ല. പപ്പയുടെ പെറ്റായിരുന്നു ഞാൻ. എൻ്റെ ഇഷ്ടമായിരുന്നു പപ്പയുടെ ഇഷ്ടം. ഡിസ്നിലാൻഡ് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകും. 8ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ഓരോ ബർത്ത്ഡേ അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി. അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മകളാണ്. പപ്പ പോലും. ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ട്. ആകാശ് പോയിട്ടുണ്ടോ ജർമ്മനിയിൽ? ഞാൻ ജർമ്മനിയുടെ വക്കിൽ വെച്ച് തിരിച്ചു പോരേണ്ടി വന്നു. അതെന്താ, ഫ്ലൈറ്റ് കേടായോ? അല്ല, എൻ്റെ പൈലറ്റ് വേറൊരാളോട് വിളിച്ചു. അതുകൊട്ടെ ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? കേരളം. അയ്യേ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ ഇല്ലാത്തത്? കടൽ, കായൽ, മലകൾ, ഇഷ്ടംപോലെ പുഴകൾ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ക്ലൈമറ്റും ഒന്നും വേറെ എവിടെയില്ല. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ കേരളം? ഡിഫിക്കൽട്ടാ മോളെ. ഓക്കെ, വാ. വലിയ കളിക്കാരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഷട്ടിൽ കാണുന്നില്ല. കുറേ നാളായി കളിച്ചിട്ട്. പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ പപ്പയും ഞാനും കളിക്കായിരുന്നു. പപ്പ കിട്ടിയതായി നെറ്റൊക്കെ. പപ്പ ഒരു വീക്ക്നെസ് അല്ലേ? ഇന്നലെ പപ്പയെ പറ്റി പറഞ്ഞപ്പോൾ കണ്ണറിയുന്ന ഞാൻ കണ്ടു. മരിക്കുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി പപ്പയൊന്ന് കാണണം തോന്നി. അതാ. മരിക്കുന്നതിന് മുമ്പല്ലേ? ഒന്നല്ല, 1000 വട്ടം കാണും. ടീനമുള്ള ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, പക്ഷെ അത് അവസാനിക്കാറായി. തമാശ പറഞ്ഞതല്ല, ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. ആളുകളിങ്ങനെ ഞെട്ടിക്കുന്നില്ല, അത്രയില്ലല്ലേ? അന്ന് പട്ടി അഴിച്ചോട്ടെ ഞെട്ടിച്ചതുപോലെ.
അത് സാറില്ല, ഒരു കോട്ടൺ വെച്ച് തുടച്ചു കളഞ്ഞാൽ മതി. പൗളു ചേച്ചി ഇറ്റ്സ് ഫൈൻ. പൗളു ചേച്ചി മോളെ എനിട്ടിരിക്കേ. ഇവിടെ നോക്ക്, ഇനി ഇവിടെ നോക്കൂ. നോ മൂവ് യുവർ ഐബോൾസ് ബോത്ത് വേസ്, ഫാസ്റ്റായിട്ട്. ഇനി എണീറ്റ് നിൽക്ക്. ഹോൾഡ് മൈ ഹാൻഡ്. ഞാൻ വലിക്കുമ്പോൾ ടൈറ്റായി പിടിക്കണം കേട്ടോ. നീ കൈ ഗുഡ്. ഇരിക്കേ. അന്നത്തെ പോലെ ഡബിൾ ഇമേജ് ഒന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ, ഒരാളെ തന്നെ രണ്ടായി കാണുന്ന പോലെ. ഇല്ല. യു ആർ ഓൾ റൈറ്റ്. ഇന്ന് ഈ ഷർട്ടൊന്നും കഴിക്കണ്ട, ടേക്ക് റെസ്റ്റ്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ? ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കഴിക്കണ്ടേ. ഭക്ഷണം നന്നായി കഴിക്കണം കേട്ടോ. അപ്പോൾ ശരി, ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി കേട്ടോ. ചേച്ചി കുടിക്കാൻ തരുമോ? മോളെ ഇച്ചിരി ജ്യൂസ് എടുത്തുകൊണ്ട് വരട്ടെ. ഡോക്ടർ, ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. മോളുടെ ട്രീറ്റ്മെൻറ്റ് എന്തിനുള്ളതാണ്? ഇന്ന് അവൾ എന്നോട് പറയുക അവൾ അധികം കാലം ജീവിച്ചിരിക്കില്ല എന്ന്. പേരെന്താന്ന് പറഞ്ഞു? ആകാശ്. ആ കുട്ടിയുടെ ബ്രെയിനിൽ ഒരു സിസ്റ്റ് കടന്നുകൊണ്ടിരിക്കുക, മരുന്നില്ല. സ്റ്റിയറിംഗ് പോയിന്റിലായതുകൊണ്ട് സർജറി റേഡിയേഷനും നടക്കുകയില്ല. പിന്നെ വല്ല മിറാക്കിളും സംഭവിക്കണം. നോക്കാം. ഡോക്ടറെങ്കിലും പറഞ്ഞപ്പോൾ വിശ്വാസമായി അല്ലേ? എന്നോടാണ്. വേറെ ആരാ ഇവിടെ ഉള്ളത്? സങ്കടപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് ഏറ്റവും വെറുപ്പ് അതാ. മമ്മിയുടെ ചില ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്, എന്നെ കണ്ട അപ്പം തുടങ്ങും കരച്ചിൽ. അതുകൊണ്ട് ഒരൊറ്റ എണ്ണത്തിനെ എങ്ങോട്ട് കയറ്റി പോരുതെന്ന് പറഞ്ഞിരിക്കുക. മമ്മി പോലും കരയുന്ന എനിക്കിഷ്ടമില്ല. ഇപ്പം ഞാൻ നിർബന്ധിച്ചിട്ടാണ് കോളേജിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഇവിടെ വന്നിരുന്നേനെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരുപാട് പരിധിയുണ്ട്. പരിധി എന്ന് വെച്ചാൽ ലിമിറ്റ്സ്. അതിനപ്പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കും. അമേരിക്കയിലുണ്ടായിരുന്നൊരു ക്യാൻസർ പേഷ്യൻ്റെ കഥ നമ്മൾക്കറിയോ? ഇല്ല. അതറിയണം. 1 മാസത്തിനകം അയാൾ തട്ടിപ്പോകുന്ന എല്ലാ ഡോക്ടർമാരും ഉറപ്പിച്ചു. എന്നിട്ടെന്താ, ആൾ നല്ല കാശുകാരനായിരുന്നു. എന്തായാലും 1 മാസത്തിനകം മരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ കളിച്ച് ചിരിച്ച് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. ചാർലി ചാപ്ലിൻ, ടോം ആൻഡ് ജെറി അങ്ങനെയുള്ള സിനിമകളും ഷോകളും കണ്ട് അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ല. ഡോക്ടർമാരെല്ലാം ഞെട്ടിപ്പോയില്ലേ? പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താ, ക്യാൻസറിൻ്റെ പൊടി പോലും ഇല്ല. അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് ഫിക്ഷൻ അല്ലേ? എന്താ ബുക്കിന്റെ പേര്? ബുക്കൊന്നുമല്ല, സത്യം.